ദില്ലി ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ അടിയന്തര ഇടപെടൽ തേടി ഹൈക്കോടതിയിൽ ഹർജി. SFI നേതാവ് ഐഷി ഘോഷാണ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. പെൺകുട്ടികളെ ഉൾപ്പെടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷിക്കുന്നത് ചോദ്യം ചെയ്താണ് ഹർജി. ഇപ്പോൾ വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ പരീക്ഷാ ക്രമക്കേടിലാണ് ഈ ദില്ലി ജന്തർ മന്ദിറിൽ പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിലിപ്പോൾ ഈ അടിയന്തര ഇടപെടൽ തേടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഐഷി ഘോഷ്. എന്താണ് വിവരങ്ങൾ? അവന്തിക, ദില്ലി ജന്തർ മന്ദിറിലെ പ്രതിഷേധങ്ങളിൽ പോലീസിന്റെ അനധികൃതമായിട്ടുള്ള നിരീക്ഷണത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI നേതാവ് ഐഷി ഘോഷ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഐഷി ഘോഷ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ സമരത്തിൽ നിരവധി പെൺകുട്ടികളടക്കം സമരം ഇരിക്കുന്നുണ്ട്. രാപ്പകൽ സമരമാണ് ദില്ലി ജന്തർ മന്ദിറിൽ നടക്കുന്നത്. അപ്പോൾ ആ സമരം നടക്കുന്ന സാഹചര്യത്തിൽ 24 മണിക്കൂറും ഇവരുടെ വീഡിയോഗ്രഫിയും അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രഫിയും അവിടെ നടക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം CCTV ക്യാമറകൾ, ടവറുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് ഇവരുടെ ദൃശ്യങ്ങൾ 24 മണിക്കൂറും പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ, പ്രത്യേകിച്ച് സ്വകാര്യതയുടെ ലംഘനമാണ്, പെൺകുട്ടികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണ്, അതിന്റെ ലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഏതായാലും ദില്ലി ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഐഷി ഘോഷ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടിയന്തരമായി തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിരീക്ഷണം അവസാനിപ്പിക്കാനായിട്ടുള്ള ഉത്തരവ് ദില്ലി ഹൈക്കോടതി നൽകണം എന്നതടക്കമാണ് ഐഷി ഘോഷ് തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവന്തിക. ശരി, വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിലാണ് അടിയന്തര ഇടപെടൽ തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. SFI നേതാവ് ഐഷി ഘോഷാണ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.